എല്ലാവർക്കും നവനീതം ഹോംലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിവനെ കാണിച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ദിവസം ഇതാണ് ചിപ്രു. ചിപ്രു സാധുവിൻ്റെ കൂടെയുള്ള ആളാണ് കേട്ടോ. എന്നെ കണ്ടുകൊണ്ട് ഓടി വരിക. ഇത് സാധുവാണെന്നറിയാലോ. കയ്യും കാലുമൊക്കെ നീട്ടി വെച്ചാണ് ഉറക്കം. അപ്പോൾ സാധുവിൻ്റെ പുറകിൽ വേറൊരാളൂടെ നിൽപ്പുണ്ട് കേട്ടോ. അവൻ്റെ പേര് ഗുണ്ടു എന്നാണ്. അപ്പോൾ 3 പേരും ഇനി നേരെ വയലിലോട്ട് പോവുകയാണ്. ഞാൻ നേരെ അടുക്കളയിലോട്ടും. അപ്പോൾ ഇന്ന് പുട്ടും പയറും പപ്പടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പയർ വെച്ചിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ കുക്കറിന് തീ കൊടുക്കാൻ മറന്നുപോയി. ഇപ്പുറത്തെ അടുപ്പിൽ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കുക്കറൊക്കെ വേവിച്ചെടുത്തു. കടുവറുത്തു. കുക്കറല്ല വേവിച്ചത്, പയറാണ് വേവിച്ചത്. അപ്പോൾ പയർ ഇതാ കടുവറുത്തിട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത്. ഇതിൽ തക്കാളിയും വെണ്ടയ്ക്കയും വഴറ്റിയാണ് ചേർക്കുന്നത്. ബാക്കി എല്ലാ കഷ്ണങ്ങളും പരിപ്പും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. ഞാൻ അങ്ങനെയാണ് ഇടുന്നത്. പ്രത്യേകം പരിപ്പ് വേവിച്ചിട്ടല്ല ഞാൻ ഇടുന്നത്. ഇത്രയും പരിപ്പും കഷ്ണങ്ങളും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇടുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് ഇടുന്നില്ല. ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം കേട്ടോ, പരിപ്പും കഷ്ണങ്ങളും കൂടി ചേർത്ത്. അപ്പോൾ അരി തിളച്ചിട്ടുണ്ട്. അരി കുക്കറിലോട്ട് വാങ്ങി വെച്ചു. റൈസ് കുക്കറിൽ തീ കൊടുത്തു. വിസിൽ വന്നു. അപ്പോൾ സാമ്പാറാണ് കേട്ടോ. സാമ്പാറായിട്ടുണ്ട്. കടുക് വറുത്ത് സാമ്പാർ നമുക്ക് ചട്ടിയിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ചീനച്ചട്ടിയിൽ കടുക് വറുത്ത് സാമ്പാർ മാറ്റി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇനി നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും വഴറ്റി ചേർക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിൽ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ട് പയറ് പപ്പടം. അപ്പോൾ എല്ലാവരും അത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു വാങ്ങിയത്. അതിപ്പോൾ ഞാൻ കഴുകിയിട്ട് അരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ട് വെയിലത്ത് വെച്ചു. ഒരു 2 ദിവസമൊക്കെ വേണ്ടി വരും നല്ലോണം ഉണങ്ങാൻ. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. ഇന്നും പിന്നെ നാളെ കൂടെ ആകുമ്പം പിന്നെ അത് പൊടിച്ചങ്ങ് വയ്ക്കാം. ഇത് പിന്നെ വന്നിട്ട് അരി ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ എടുത്ത് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മീനും ചിക്കനൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു മുട്ട തോരൻ പോലെ വയ്ക്കാം. സവാള കറിവേപ്പില വഴറ്റിയിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ തക്കാളി ഇട്ടിട്ട് വേണമായിരുന്നു ആ പൊടികളൊക്കെ ഇടാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് അതിനകത്ത് ഒരു 3 മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് മോന് മാത്രം മതി ഉച്ചക്കത്തേക്ക് ആഹാരം. ചേട്ടനൊരു കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പയറും സവാളയും കൂടെ മെഴുക്ക് വരട്ടാൻ കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടില്ല. മോന് എരിവ് അത്ര പറ്റത്തില്ല. അതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ല. പയറ് മെഴുക്ക് വരട്ടി, ചോറ്, സാമ്പാർ, മുട്ടത്തോരൻ നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ച് ചിക്കി എടുക്കണം കേട്ടോ. പപ്പടം, പയറ് മെഴുക്ക് വരട്ടിയും തൈര്. ഇത്രയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക്. അപ്പം ഞാനും മോനും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുരുമുളക് ഒന്നുകൂടെ പോയി നോക്കുന്നുണ്ട് കേട്ടോ, വെയിലത്തൊക്കെയാണോ എന്ന്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തു. വെള്ളമയം ഉണ്ട്. പിന്നെ കുരുമുളകൊക്കെ ഇളക്കി വെച്ചിട്ട് അവിടെ നിന്നപ്പം സാധു വയലിൻ്റെ അങ്ങ് അറ്റത്ത് നിൽപ്പുണ്ട്. കുറേ കൊക്കുകളും കൂട്ടിരിപ്പുണ്ട്. നല്ല രസമാട്ടോ വെയിൽ സമയത്തൊക്കെ ഈ വയലിലിറങ്ങി ഇങ്ങനെ നിൽക്കാൻ തണലത്ത്. അപ്പോൾ നല്ല കാറ്റുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിനകം ഒന്ന് തൂത്തുവാരി തുടച്ചിട്ട് കേട്ടോ. ജനലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് തുടച്ചെടുത്തു. ജനൽ അലമാര ഒക്കെ ഒന്ന് തുടച്ചു. അതിനുശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പം അരി ഉഴുന്ന് ഉലുവ പിന്നെ ഇത്രയും ചോറുകൂടി ഇട്ടാണ് കേട്ടോ ഞാൻ ആട്ടി വയ്ക്കുന്നത്. അപ്പം മാവൊക്കെ ആട്ടി എടുത്ത് അടച്ചു വെച്ചു. പിന്നെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നും ആണെങ്കിൽ കുറേ കാണും. ഒരു കുന്ന് തുണി കാണും മടക്കാൻ. മടി പിടിച്ചിരുന്നാൽ അവിടെ ഇരിക്കും. പിന്നത്തേക്കെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പിന്നെയും മടി തോന്നും. അപ്പോൾ ഏതായാലും ഞാൻ അതെല്ലാം അപ്പം തന്നെ മടക്കി വെച്ചു. ഓരോരുത്തരുടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മോൻ്റെത് മോൻ തന്നെ എടുത്തുകൊണ്ട് പോയി വെച്ചോളും. പക്ഷേ ചേട്ടനത് ഞാൻ തന്നെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ആ ജോലി അവിടെ തീർന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നത്തേക്കെന്ന് വെച്ചാൽ നടക്കത്തില്ല. അത് എന്ത് കാര്യമായാലും അപ്പോൾ ചെയ്യാനുള്ളത് അപ്പം തന്നെ അങ്ങ് ചെയ്യണം. ഇത് പിന്നെ വൈകുന്നേരമായിട്ട് ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോൾ സാധുവിനെ അഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിവിടെ വരെ പോകുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ അപ്പുറത്തുകൂടെ നടന്നു വരുന്നുണ്ട് ഇവനെ അഴിക്കാൻ.
മറ്റേ രണ്ടുപേരെ അപ്പുറത്തുനിന്ന് അഴിച്ചു വിട്ടിട്ട് ഇവനെ അഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻ്റെ കൂടെ അവരും കൂടെ ഇങ്ങി പുറകെ കയറി വരും കേട്ടോ. അങ്ങനെ എന്നും ചെയ്യുന്നത്. ഇവിടെ പിന്നെ വൈകുന്നേരം ചായ ഒന്നും, വൈകുന്നേരം എന്നല്ല, രാവിലെ ആയാലും വൈകിട്ടായാലും ചായ നിർബന്ധം അല്ലെങ്കിൽ പതിവ് അങ്ങനൊന്നുമില്ല. വേണമെന്ന് തോന്നിയാൽ അപ്പോൾ പാൽ വാങ്ങിക്കും, ചായ ഇടും, അത്രയേ ഉള്ളൂ. മോനാന്നേ ചായ ഇഷ്ടമേ അല്ല. അപ്പം പിന്നെ അതും ഒരു നിർബന്ധമുള്ള കാര്യമല്ല ചായ ഇടിയിൽ. അപ്പോൾ ഇവർ 3 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ കാണിച്ച ആളാണ് കേട്ടോ, ചിപ്രു. അയാൾ കുളിക്കുകയാണ് കേട്ടോ. ഭയങ്കര, ഇവനാണ് ഉള്ളതിൽ ഏറ്റവും ചട്ടമ്പി. ഇത് സാധുവാണ്. അപ്പോൾ സാധുവും കുളിച്ചു, ഗുണ്ടുവിനെയും കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പേർക്കും ആഹാരമൊക്കെ കൊടുത്തു. ചിന്നുവും ചാർലിയും അറിയാമല്ലോ, ഡോഗീസാണ്. അവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് മിറ്റമൊക്കെ തൂക്കാനുണ്ടായിരുന്നു, തൂത്തു. വീട്ടിനകത്ത് നേരത്തെ തുടച്ചിട്ടത് കൊണ്ട് ആ ജോലിയില്ല. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സന്ധ്യയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്, വലിയ കാര്യങ്ങളൊന്നുമില്ല ഇന്ന്. അപ്പോൾ എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.